കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ പറഞ്ഞത് ക്യാഷ് ഫ്ലോ പ്രോഫിറ്റും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ക്യാഷ് ഫ്ലോ നമ്മൾ സെപ്പറേറ്റ് തന്നെ കൺട്രോൾ ചെയ്യേണ്ട ഒരു മാറ്റർ ആണെന്നും പറഞ്ഞു. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോയും, കൂടുതലൊന്നുമില്ല. നമ്മൾ ക്യാഷ് ഫ്ലോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു കൺട്രോളിങ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യേണ്ട. എന്തൊന്നും അത് തന്നെയാണ്. മീൻസ് നമ്മുടെ ബിസിനസ്സിൽ ഒരു മാർക്കറ്റിംഗ് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും നമ്മൾ ആദ്യം അറിയേണ്ടത് ഇപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ആണ് ആദ്യം എടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ക്യാഷ് ഫ്ലോയും നമ്മൾ പ്രസന്റ് സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യണം. സാധാരണ ഈ ഒരു ക്യാഷ് ഫ്ലോയുടെ കാര്യത്തിൽ വരുമ്പോൾ സാധാരണ ഈ ഒരു ക്യാഷ് ഫ്ലോയുടെ കേസിൽ വരുമ്പോൾ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒരു അക്കൗണ്ടിങ് ടേംസിലേക്കോ അല്ലെങ്കിൽ ഒരു ഫൈനാൻസ് ടേംസിലേക്കൊക്കെ വരുന്ന ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. നമുക്കതൊന്നും വേണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഫോർമാറ്റിൽ ഈ ക്യാഷ് ഫ്ലോ കൺട്രോൾ ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമ്മൾ ഇത് നാളെ ഒരു മീറ്റിങ്ങിനും അല്ലെങ്കിൽ ഒരു ജനറൽ ബോഡിക്ക് ഒന്നും സബ്മിറ്റ് ചെയ്യുന്നതല്ല, നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായതുകൊണ്ട് വേറെ ഒരു കംപ്ലയൻസ് നമ്മളവിടെ നോക്കേണ്ടതില്ല. നമുക്ക് എത്രത്തോളം മനസ്സിലാവുന്നു എന്നത് മാത്രം അവിടെ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ക്യാഷ് ഫ്ലോ, ഞാൻ ഈ പറഞ്ഞൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ഒരു ക്യാഷ് ഫ്ലോ, അത് എങ്ങനെയാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഡീപ്പായിട്ടൊന്നുമില്ല, അതിന്റെ കാര്യങ്ങൾ മാത്രം ഇതിന് എല്ലാ പ്രോസസ് മാത്രം നോക്കുന്നു മനസ്സിലാക്കാം. ഈ ഒരു ക്യാഷ് ഫ്ലോയില് മെയിൻ ആയിട്ട് നമ്മുടെ ക്യാഷ് ഫ്ലോസിനെ മൂന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓപ്പറേഷൻസ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫൈനാൻസിങ്. ഇതില് ഓപ്പറേഷൻസ് നമ്മൾ നോർമൽ ബിസിനസ്സിൽ നമ്മൾ സാധനം ട്രേഡ് ചെയ്യുന്ന നമ്മുടെ ബിസിനസ് എങ്കിൽ അതിൽ നിന്ന് വരുന്ന ക്യാഷ് ഫ്ലോ, നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, മറ്റ് എക്സ്പെൻസുകൾ, സാലറി, റെന്റ്, മറ്റ് ഫ്യൂവല്, സ്റ്റേഷനറി, അങ്ങനെയുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നു. ഇതിൽ നിന്ന് വരുന്ന ഐറ്റംസ്, ഇത് ഇങ്ങനെ ഉള്ള ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ആണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻസ് എന്നുള്ള ഹെഡിലേക്ക് ചെയ്യുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നെറ്റ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കോമ്പറ്റീഷൻസിൽ ഒന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യും. രണ്ടാമത്തത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ കമ്പനി എന്തെങ്കിലും നമ്മുടെ ബിസിനസ് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഔട്ട്സൈഡ് മറ്റൊരു കമ്പനിയുടെ ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്തു, ഡിവെഞ്ചറുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ഒരു മീൻസ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങനെയാവാം. അല്ലെങ്കിൽ നമ്മളെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ടാണ്, ഇൻവെസ്റ്റ്മെന്റ്സ് ഹെഡിലേക്കാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വലിയൊരു മെഷീനറി നമ്മൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ, നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു വെഹിക്കിൾ വാങ്ങിച്ചു. ഇതൊക്കെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് വരുന്നത്. കാരണം നമ്മളിത് വാങ്ങിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബിസിനസ്സിൽ മെഷീനറി വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിൽ വെഹിക്കിൾ വാങ്ങിക്കുന്നത്, ബിസിനസ്സിൽ പുതിയൊരു ബിൽഡിംഗ് വാങ്ങിക്കുന്നത്. ഇതും ഇൻവെസ്റ്റിംഗിന്റെ വരും. മൂന്നാമത്തെ ഹെഡാണ് ഫൈനാൻസിങ്. ഫൈനാൻസിങ് ഒന്നുമില്ല, സിമ്പിൾ. നമ്മൾ ക്യാപിറ്റൽ, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടാണ് ഫൈനാൻസിങ് വരുന്നത്. ഒരു പുതിയ ലോൺ എടുത്തു, ഫൈനാൻസിങ്ങിലേക്ക് കാശ് വരികയാണ്. ഓണർ തന്നെ കുറച്ചുകൂടെ കാശ് ഇൻവെസ്റ്റ് ചെയ്തു, അതും ഫൈനാൻസിങ്ങിലേക്ക് ക്യാഷ് വരുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ ഓണർ ഒരു സമയത്തിയപ്പം ഒരുപാട് ക്യാഷ് സർപ്ലസ് ആയിട്ട് കണ്ടപ്പം ഓണർ അല്ലെങ്കിൽ ഒരു ലോൺ നമ്മൾ തിരിച്ചടച്ചു, ഫൈനാൻസിങ്ങിലെ ഔട്ട്ഫ്ലോ ആണ്. അതേപോലെ ഒരു ഓണർ എന്തെങ്കിലും ഒരു ഡ്രോയിങ്സ് എടുക്കുമ്പോൾ അത് ഫൈനാൻസിങ്ങിലെ ഔട്ട്ഫ്ലോ ആയിട്ട് അതും നമ്മൾ കൺസിഡർ ചെയ്യും. ഇതാണ് നോർമലി ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു ക്യാഷ് ഫ്ലോയുടെ ഫോർമാറ്റ്. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു പീരീഡിലെ ക്യാഷ് ഫ്ലോ അനലൈസ് ചെയ്യാണ്. അതായത് നമ്മൾ ഒരു വീക്ക് എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വീക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു നല്ലൊരു പീരീഡ് ആയിട്ടാണ് ഒരു വീക്ക്, ഒരു മൺഡേ ടു സാറ്റർഡേ. ഒരു വീക്ക് നമ്മൾ എൻഡ് ചെയ്യുന്ന സമയത്ത്
ആ ഒരു വീക്കിൽ എന്തൊക്കെ ഈ ക്യാഷിൽ എന്തൊക്കെ സംഭവിച്ചു. പല സ്ഥലത്തും ക്യാഷ് വന്നിട്ടുണ്ടാവും, പല സ്ഥലത്ത് ക്യാഷ് പോയിട്ടുണ്ടാവും. ഇത് നമ്മൾ ആ വീക്ക് എൻഡ് ചെയ്യുമ്പോൾ അടുത്ത തിങ്കളാഴ്ച ഓപ്പൺ ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു ക്യാഷ് ഫ്ലോ ഒന്ന് അനലൈസ് ചെയ്യുക എന്നതാണ്. ഉദാഹരണം, നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് അത് കൊണ്ടുവരാം. ഇത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഫോർമാറ്റ് ഒന്നുമല്ല. ഒരു എക്സൽ ഫോർമാറ്റ് ഷീറ്റിൽ ജസ്റ്റ് ക്യാഷ് ഇൻഫ്ലോസ് പറയുന്നു, ക്യാഷ് ഔട്ട്ഫ്ലോസ് പറയുന്നു, ബാലൻസ്. ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷും ബാങ്കും ആയിരിക്കും. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്യാഷ് ഇൻഫ്ലോ എന്താണ്? ക്യാഷ് സെയിലാണ്. ക്യാഷ് സെയിലാണ്. ഉദാഹരണം, ക്യാഷ് സെയിൽ നമ്മൾ ടോട്ടൽ ഒരു 7 ലക്ഷം രൂപയുടെ സെയിൽ ചെയ്തു എന്ന് നോക്കാം. നമ്മൾ ഈ ഒരു പീരീഡിൽ ചെയ്തിരിക്കുന്ന സെയിൽ 7 ലക്ഷം രൂപയുടെ സെയിലാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ക്രെഡിറ്റ് സെയിലുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവർ പലരായി നമുക്കൊരു 2.5 ലക്ഷം രൂപ അതിൽ നിന്ന് ക്രെഡിറ്റ് കളക്ഷൻ പലരും നമുക്ക് ആയിട്ട് നമുക്ക് 2 ലക്ഷം രൂപ അവിടെ നിന്നാണ്. അപ്പൊ ടോട്ടൽ നമുക്ക് 9,50,000 രൂപ ഈ ഒരു പീരീഡിൽ നമ്മൾ കളക്ട് ചെയ്തു. പിന്നെ നമ്മൾ വരുന്നത് നേരെ അടുത്ത സെഷനായ ക്യാഷ് ഔട്ട്ഫ്ലോസിലാണ്. ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്നത് ഒരുപാട് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പേയ്മെന്റ് ആണ് നമ്മുടെ സപ്ലയേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്. അതായത് നമ്മുടെ സപ്ലയേഴ്സ് പേയ്മെന്റ് തന്നെ കൊടുക്കാം. ശരിക്കും ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സപ്ലയേഴ്സ് ആണ് കേട്ടോ. നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സിനാണെങ്കിലും ക്രെഡിറ്റേഴ്സ് എന്ന് ടെക്നിക്കലി പറഞ്ഞാൽ സപ്ലയേഴ്സ് ആണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ടെക്നിക്കലായിട്ട് അങ്ങനെ ഡീപ്പായിട്ട് പോകുന്നില്ല. ക്രെഡിറ്റ് സപ്ലയേഴ്സ് പേയ്മെന്റ് എന്ന് മാത്രം കൊടുക്കാം. സപ്ലയേഴ്സ് പേയ്മെന്റ് അവർക്കൊരു നമ്മള് 7 ലക്ഷത്തിന്റെ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 5 ലക്ഷമെങ്കിലും നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം മാസം തുടക്കമായിരുന്നു, അപ്പം സ്റ്റാഫിന് സാലറി കൊടുത്തു. സാലറി അതൊരു 1 ലക്ഷം രൂപ എല്ലാ സ്റ്റാഫിനും കൂടെ നമ്മൾ സാലറി കൊടുക്കും. പിന്നെ ഫ്യൂവൽ, നമ്മുടെ ഡെലിവറി വെഹിക്കിൾസിനും എല്ലാം കൂടെ ഒരു ഫ്യൂവലായിട്ട് നമ്മൾ 5,000 രൂപ ഫ്യൂവലായിട്ട് നമ്മൾ ചെലവാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേഷനറി ഹെഡ്, പല ഓഫീസ് സ്റ്റേഷനറി ഒക്കെ ആയിട്ട് നമ്മൾ 250 രൂപ അതിന് ചെലവാക്കി. ഇങ്ങനെ ആ ഒരു പീരീഡിലുള്ള ക്യാഷ് ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ് മാത്രം നമ്മൾ ലിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ ടോട്ടൽ പേയ്മെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. മേലെ ഓൾറെഡി അതിന്റെ ടോട്ടൽ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്, അതേപോലെ താഴെ ടോട്ടൽ പേയ്മെന്റ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ ഒരു മന്തിലുള്ള ആ ഒരു പീരീഡിൽ, ഇപ്പം വീക്കാണെന്ന് നോക്കുന്നത്, ആ ഒരു വീക്കിലുള്ള ടോട്ടൽ നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കളക്ഷൻസ് ബാക്കിയുള്ളത് എത്രയെന്ന് നമുക്ക് ലാസ്റ്റിലേക്ക് കാണാം. അതിന്റെ താഴെ ഓപ്പണിംഗ് ബാലൻസ്. ഈ ഒരു പീരീഡിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 5,000 രൂപ ഓപ്പണിംഗ് ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്ലോസിംഗ് ക്യാഷ് എന്നത് കാണാൻ പറ്റും. ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്ത എന്താണ്? ജസ്റ്റ് ഈ ഒരു പീരീഡിൽ നമ്മളെ മെയിൻ ഓപ്പറേഷനിലുള്ള ക്യാഷ് ഫ്ലോസ് നമ്മളൊന്ന് ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റിയെടുത്തു. ഇത്രയും നമ്മളിപ്പോ ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേംസിലേക്കോ ഒന്നും പോയിട്ടില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഓപ്പറേഷൻ ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ഉണ്ട്, ഫൈനാൻസിങ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു വെഹിക്കിളിന്റെ EMI ഉണ്ടായിരുന്നു. ഒരു വെഹിക്കിൾ നമ്മുടെ ഡെലിവറി വെഹിക്കിളിന്റെ EMI ഉണ്ടായിരുന്നു. അത് EMI അത് ശരിക്കും ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലേക്കുള്ള ക്യാഷ് ഫ്ലോ അല്ലേ. പക്ഷെ അത് നോക്കണ്ട. നമ്മൾ ഇവിടെ തന്നെ ആഡ് ചെയ്യും. ഒരു 15,000 രൂപ EMI ആയിട്ട് പോയിട്ടുണ്ട് എന്ന് കൂട്ടാം. അപ്പോൾ
അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് എല്ലാ ആഴ്ചയിലും എങ്കിലും ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ആ ഒരു ക്യാഷ് ഫ്ലോസ് ഒന്ന് മനസ്സിലാക്കി അത് ക്രോഡീകരിച്ച് റിപ്പോർട്ടാക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ആണ് നമ്മൾ പ്രധാനമായിട്ട് ക്യാഷ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ലെവലിലേക്ക് പോകുന്നത്. അതിന് നടന്നത് എന്ത് എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, ഇനി നടക്കാനുള്ളത് എന്താണെന്ന് അറിയണം. നമ്മുടെ സ്റ്റാറ്റസ്, ആർക്കൊക്കെ ക്യാഷ് കൊടുക്കാനുണ്ട്, എന്ത് കിട്ടാൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷനിൽ നമുക്ക് ഒരു പ്രോഫിറ്റും ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് എങ്ങനെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് ഫ്ലോയുടെ കൺട്രോളിങ്ങിലേക്ക്